ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി ആട്ടോ. അതിലൊരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല, ആകെ മഞ്ഞൾപ്പൊടി മാത്രം മസാലപ്പൊടിയായിട്ട് ചേർക്കുന്നുള്ളൂ. ഇത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സിമ്പിളായിട്ട് കുക്കറിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാം. സിമ്പിൾ പരിപാടിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ഗ്രീൻ പീസ്, അതിലൊരു തക്കാളി അരിഞ്ഞത്, പിന്നെ സവാള 2 അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കിഴങ്ങൊക്കെ ഇതിലേക്ക് ഇടാം, അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെ കാണിക്കാം. ഗ്രീൻ പീസ് നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ. ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കിടന്നതായിരിക്കണം, എന്നാലാണ് പെട്ടെന്ന് വേവുള്ളൂ. അപ്പോൾ നമ്മൾ തലേ ദിവസം ഇട്ട് വെച്ച് റെഡിയാക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മളിത് കുക്കറിലേക്ക് ഇട്ടു. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു, കുറച്ച് സവാള, പിന്നെ പച്ചമുളക്, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തോരം ഗ്രേവിയാണ് വേണ്ടത് അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഗ്രേവി വേണ്ടവർ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ പീസിനൊപ്പം നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. നമുക്ക് പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന ഇതാണ്. നമുക്കിത് കുക്കറിൽ തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാൻ ലാസ്റ്റ് ഇതൊന്ന് മറ്റേ കടുകും ഇട്ട് ഒന്നും കൂടി വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് ഇടുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നമുക്ക് ചെയ്യുന്നവർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. മുളക് പൊടി ഇടുന്നില്ല, മല്ലിപ്പൊടി ഇടുന്നില്ല, മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ എല്ലായിടത്തും ആ മഞ്ഞൾപ്പൊടിയും എല്ലാം കറക്റ്റായിട്ട് അവിടെ ചെല്ലും. ഒരു 4 വിസിലടുപ്പിച്ചാൽ മതി. ഇച്ചിരി വേവ് വേണമെന്നുള്ളവർക്ക് നല്ല ഉടഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 6 വിസിലടുപ്പിച്ചാൽ നല്ല ഉടഞ്ഞ് കിട്ടും. നമ്മളിവിടെ 4 വിസിൽ അടുപ്പിച്ചിട്ടുള്ളൂ. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 4 വിസിലടുപ്പിക്കുക. നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. നമുക്ക് പുതിയ പുതിയ വീഡിയോസ് നമുക്ക് ഇടാം. സിമ്പിളായിട്ടുള്ള കറികളാണ്, നമുക്ക് പരമാവധി നമുക്ക് എല്ലാവർക്കും പഠിക്കാനും എല്ലാം എളുപ്പത്തിനാണ്. അതാണ് നമ്മൾ പയ്യെ പറഞ്ഞു പോകുന്നത്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാനൽ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ 6 വിസിലടിച്ചു. ഇപ്പോൾ ഏകദേശം കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് വറുത്ത് ഇതിലേക്ക് ഇട്ടാൽ സംഭവം സെറ്റാണ്. ഞാൻ കടുക് വറുക്കുന്നതിൻ്റെ ഒപ്പം കുറച്ച് സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകാണ് ഇട്ട് ഇരിക്കുന്നുണ്ട്. ഒരു 3-4 പച്ചമുളക് കീറിയിട്ടുണ്ട്, അപ്പം നല്ല എരിവുണ്ടാവും. എല്ലാം സെറ്റായിട്ട് വന്നു. ആ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന കറിവേപ്പിലയും സവാള ഇട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് റെഡിയാക്കി എടുക്കണം, കടുക് ഇട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കുക്കറിലേക്ക് തന്നെ ഇട്ടാലും മതി. എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം, അത് ഓരോരുത്തരുടെ ഓപ്ഷനിലാണ്. സിമ്പിൾ കറിയാണ്. നമുക്കൊരു 10 മിനിറ്റ് മതി ഈ കറി റെഡിയാക്കാനായിട്ട്. അത് കുക്കറിൽ വെച്ചു, 5 മിനിറ്റ് കൊണ്ട് ഒരു 4 വിസിലടിച്ചു. 5 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ എയർ പോയി, നമ്മൾ ഓപ്പൺ ചെയ്തു, കടുക് വറുത്തിട്ടു, പരിപാടി കഴിഞ്ഞു. സിമ്പിൾ കറി. ഇത് നമുക്ക് പൊറോട്ടയ്ക്കോ എന്തിനും നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് ഈ ഗ്രീൻ പീസ് കഴിക്കുന്ന സമയത്ത് ഇച്ചിരി ക്യാരറ്റും കിഴങ്ങെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി നമുക്ക് കറിയും ടേസ്റ്റ് വരും, കുറച്ച് കൊഴുപ്പും കിട്ടും. അപ്പോൾ അതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം. നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതെല്ലാം ഇട്ട് സെറ്റായിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. ഇത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. നല്ല ടേസ്റ്റാട്ടോ, ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ പൂരിക്കൊക്കെ കഴിക്കില്ലേ, അതിനൊക്കെ നല്ല സൂപ്പറാണ്. പൂരിക്ക് നമ്മൾ കിഴങ്ങ് കറി ഉണ്ടാക്കൂലേ, കിഴങ്ങ് നമുക്ക് ഇതേ മോഡൽ ഉണ്ടാക്കില്ല, അതേ മെത്തേഡ് തന്നെ. നമ്മൾ റെഡിയാക്കി വെച്ച സവാളയിലേക്കൊക്കെ കുക്കറിൽ നമ്മൾ ഓക്കെ ആയിരുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു, മിക്സ് ചെയ്തു. കറി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടോ, അടിപൊളി, നല്ല തിക്നെസ്. ഒരു 5 മിനിറ്റ് വേണേൽ നമുക്ക് ഇതിൽ തന്നെ ഒന്ന് മൂടി വെച്ച് ചെറിയ മീഡിയം ഫ്ലെയിമിലൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് കറി ഒന്ന് കുറുകി കിട്ടും. ഇച്ചിരി നമുക്ക് ഡ്രൈ വേണമെന്നുള്ളവർക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഉണ്ടോ, 5 മിനിറ്റായി മീഡിയം ഫ്ലെയിമിൽ നിന്ന്. കണ്ട കറി നല്ല കിടിലനായില്ലേ, അടിപൊളി കറിയല്ലേ, എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം.
ചാറ് ഒത്തിരി വേണമെന്നുള്ളവർക്ക് അതിങ്ങനെ ഡയറക്റ്റ് കഴിക്കാം. ഇങ്ങനെ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് 5 മിനിറ്റ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇടണമെന്നില്ല. എനിക്ക് ഇച്ചിരി ഈ റോസ്റ്റായിട്ടിരിക്കുന്ന ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുത്ത്. കണ്ടോ, കറിയെല്ലാം നല്ല മിക്സായി. ഒരുപാട് മസാലയൊന്നുമില്ല, ആകെ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും കീറിയിട്ട് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാം. ഞങ്ങളിവിടെ പൊറോട്ടയ്ക്ക് ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും